മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. സോന മസൂരി റൈസോ അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ റൈസ് ഉണ്ടല്ലോ, അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. എടുക്കുമ്പോൾ പശയില്ലാത്ത നല്ല പച്ചരി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം റൈസ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ മാവ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. തീ കൂട്ടി വെച്ച് പെട്ടെന്ന് കുറുക്കിയെടുക്കരുത്. ഇതൊന്ന് വേവിച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള റൈസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങയുടെ വെളുത്ത ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. വെളുത്ത ഭാഗം മാത്രം എടുത്തിട്ടുള്ളത് അപ്പത്തിന് നല്ല വൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഏലക്കയുടെ തരി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. വൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് നമുക്ക് പൊങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. നമുക്ക് അപ്പത്തിന് എത്ര മധുരം വേണോ അതനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. കപ്പി കാച്ചിയതും കൂടെ ചേർത്ത് കൊടുക്കുമ്പം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ പാലപ്പം ഉണ്ടാക്കാനും കള്ളപ്പം ഉണ്ടാക്കാനും ഒക്കെ കപ്പി കാച്ചത് ചേർക്കാറുണ്ട്. നല്ല പഞ്ഞി പോലത്തെ അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച മാവിൻ്റെ കൂടെ ഇതുകൂടെ ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കാം. അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ ഒരു പാകത്തിനാണ് ഞാനിത് അരച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ട് മാവ് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല സോപ്പ് പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി ഒഴിച്ച് അപ്പം തയ്യാറാക്കാം. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ വട്ടയപ്പം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് അല്പം ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം ഇത് ഒരു അപ്പച്ചമ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. 3.5 അല്ലെങ്കിൽ ഒരു 4 തവി ഒക്കെ കോരി ഒഴിച്ചാൽ മതി. ഞാനിതിലേക്കൊരു 3.5 തവിയാണ് ഒഴിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
ആദ്യം നമ്മൾ തയ്യാറാക്കിയ അപ്പം നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ നിന്നും ഇളക്കിയെടുക്കാം. നമ്മൾ പ്ലേറ്റ് ഒന്ന് ചൂടാക്കിയിട്ടും കൂടെ അതിലേക്ക് മാവ് ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്നും ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. രണ്ടാമത്തെ അപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ മാവ് കൊണ്ട് ഞാനിവിടെ 3 വട്ടയപ്പമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ കപ്പ് കാച്ചി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചേർക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.